നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് എന്നെയും വാവേനെയും ഡോക്ടറെ കാണിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ വാവേനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ടാണ് കുളിപ്പിക്കാൻ കൊണ്ടുവന്നത്. മിക്ക ദിവസങ്ങളിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ എനിക്കും കുളിക്കാനുണ്ട്. അപ്പം ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് ഞാനും പോവാൻ റെഡിയായി നിൽക്കുകയാണ്. ഇന്ന് ഭാവിക്ക് ഇടാൻ ഉദ്ദേശിക്കുന്ന ഡ്രസ്സ് ഇതാണ് കേട്ടോ. ഇത് പാലുടിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. എവിടെയും അങ്ങനെ പോകാനില്ലാത്തത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഡ്രസ്സൊന്നും ഇടേണ്ട ആവശ്യം വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് എന്നാൽ ഇതിടാന്ന്. ഈ ഒരു ഡ്രസ്സ് ഞാൻ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല കംഫർട്ടബിൾ ഡ്രസ്സാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാനിത് വാവയ്ക്ക് ഡ്രസ്സ് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. മോളൂസും ഞാനും കൂടിയാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്. ഇന്ന് അച്ഛൻ്റെ ശാർദം കൂടിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് അമ്മയും മോളൂസും രാവിലെ അമ്പലത്തിലൊക്കെ പോയി ബലിയൊക്കെ ഇട്ടിട്ട് വന്നതാണ്. പിന്നെ വൈകുന്നേരം നമുക്ക് നേർച്ചയൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ മിക്ക സമയത്തും പുറത്ത് പോകുമ്പം ബാഗിൽ കൊണ്ടുവന്ന കുറച്ച് ഐറ്റംസ് കാണിച്ചു തരാം കേട്ടോ. സിമ്പിളാണ്, അത്യാവശ്യത്തിനുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു ബോട്ടിൽ വെള്ളം എടുക്കുന്നുണ്ട്. പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ കുട എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സിപ്പ് കവറിൽ ടിഷ്യൂ പേപ്പറാണ് കേട്ടോ. പിന്നെ ഈ ഒരു സിപ്പ് കവറിലുള്ളത് പാമ്പേഴ്സാണ്. പിന്നെ ഞാൻ വെറ്റ് വൈപ്പ് എടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു എക്സ്ട്രാ നമ്മുടെ ഈ സ്വാഡിൽ ക്ലോത്ത് പോലത്തെ അതും എടുക്കുന്നുണ്ട് കേട്ടോ. മിക്കപ്പോഴും ഈ ഒരു ക്ലോത്താണ് എടുക്കുക. അതാകുമ്പോൾ ഭയങ്കര നൈസുമാണ്, ഒരുപാട് സ്പേസ് നഷ്ടപ്പെടുകയില്ല. പിന്നെ ഞാനൊരു വാലറ്റ് എടുക്കുന്നുണ്ട്. പിന്നെ ഇത് വൈഫൈയും പവർ ബാങ്കും ആണ് കേട്ടോ. നെറ്റ് മിക്ക സമയത്തും എനിക്ക് കിട്ടാറില്ല, അപ്പോൾ അതിന് വേണ്ടി എടുത്തതാണ്. പിന്നെ ഈ കവറിലുള്ളത് നമ്മുടെ ഹോസ്പിറ്റലിലെ ചെക്കപ്പിൻ്റെയും അതിൻ്റെയൊക്കെയാണ് കേട്ടോ. ഞാൻ മെയിനായിട്ട് ഈ ഒരു ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഫയൽ വെക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പക്ഷേ ഫയൽ ഒഴികെ ബാക്കി എല്ലാ സാധനവും അതിൽ കൊള്ളു കേട്ടോ. ഇത് മീഷോന്ന് വാങ്ങിയതാണ്. ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നല്ല സ്പേസൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കുഞ്ഞാവത ഡ്രസ്സൊക്കെ മാറ്റി റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഇതേപോലത്തെ ഒരു സ്വാഡിൽ ക്ലോത്ത് കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ കവർ ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. കാരണം ചില സമയത്ത് നല്ല ചൂടെടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലോത്ത് ആകുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. തണുപ്പാണെങ്കിലും ചൂടാണെങ്കിലും മാനേജ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇതാ നമ്മുടെ കുഞ്ഞാവയും കൊണ്ട് നമ്മൾ പോവുകയാണ് കേട്ടോ. ഭയങ്കര കാഴ്ച കാണലാണ്. ഇപ്പം എങ്ങനെയാണ് എവിടെ പുറത്ത് പോവുകയാണെങ്കിലും ഇതേപോലെ ഇങ്ങനെ കാഴ്ച കണ്ടിരിക്കും. അല്ലെങ്കിൽ വണ്ടിയിലൊക്കെ പോവുകയാണെങ്കിലും നമ്മൾ പുറത്ത് പോകുന്ന സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉറങ്ങാറുണ്ട്. ഇപ്പം അങ്ങനെയൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നിട്ടുണ്ട്. വാവേൻ്റെ വെയിറ്റും ഹൈറ്റും ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഈ ഉറക്കം കണ്ടാൽ തോന്നും നമ്മൾ ഇന്ന് നല്ല ഉറക്കമായിരിക്കുന്നു. ഒന്നുമല്ല, ഒരിത്തിരി കഴിഞ്ഞപ്പോഴത്തിൽ ആളെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ നടന്ന് കൊണ്ട് നടക്കുകയായിരുന്നു. അങ്ങനെ വാവേൻ്റെ ഡോക്ടർ കാണിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി എന്നെ കാണിക്കാനുണ്ട്. എന്നെ കാണിക്കാൻ കുറേ സമയം എടുക്കും, നല്ല തിരക്കാണ് അവിടെ. അങ്ങനെ നമ്മളിതാ വീട്ടിലെത്തിയിട്ടോ. ഡോക്ടറൊക്കെ കാണിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്നെയാണെങ്കിലും കാണിച്ചപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. വാവേനെയാണെങ്കിലും കാണിച്ചപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. വാവയ്ക്ക് മെയിനായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. വാവയ്ക്ക് വല്ലാതെ കഫം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ മോളൂസിൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു കേട്ടോ വാവയ്ക്ക് പിരുകവും പിന്നെ അതൊക്കെ എഴുതി കൊടുക്കണമെന്ന്. പക്ഷേ ഡോക്ടർ ഇന്ന് ചെന്നപ്പോൾ പറഞ്ഞു പിരുക എഴുതി കൊടുക്കണ്ട, കണ്ണെഴുതണ്ട, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പൊട്ട് മാത്രം തൊട്ടാൽ മതിയെന്ന്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഫുഡും കഴിക്കുന്നുണ്ട് കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേലും നമ്മുടെ ഡ്രസ്സൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കുഞ്ഞാവേൻ്റെ ഡ്രസ്സുകളാണ്. അപ്പം അതൊക്കെ ഒന്ന് മടക്കി വെക്കുന്നുണ്ട്. കുഞ്ഞാവ് അവിടെ നല്ല കളിയിലാണ്. അപ്പോൾ എന്തായാലും ഉറങ്ങാൻ ഉദ്ദേശം ആക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ ഇപ്പം ഇതൊക്കെ എടുത്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തായാലും ഒരു കരച്ചിൽ കഴിയുമ്പോൾ പാലൊക്കെ കൊടുക്കേണ്ടി വരുമല്ലോ എന്നുള്ളതുകൊണ്ട് അങ്ങനെ വേഗം എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. വാവയ്ക്ക് ഞങ്ങൾ നൈറ്റ് മാത്രമാണ് കേട്ടോ ഡൈപ്പർ യൂസ് ചെയ്യാറുള്ളത്. പകൽ മൊത്തം ഇതേപോലത്തെ വൈറ്റ് ക്ലോത്തും പിന്നെ നോർമൽ ലങ്കോട്ട്സും പിന്നെ ചെറുതായിട്ടുള്ള സ്പോഞ്ചൊക്കെ ഉള്ള ഡൈപ്പറിലില്ല, അങ്ങനത്തെയാണ് ഞങ്ങൾ യൂസ് ചെയ്യാറുള്ളത്. വാവയ്ക്ക് റാഷസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് കാര്യമായിട്ട് തന്നെ നമ്മൾ കെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഡൈപ്പർ യൂസ് ചെയ്യുകയാണെങ്കിലും ഇതേപോലത്തെ ക്ലോത്ത് യൂസ് ചെയ്യുകയാണെങ്കിലും റാഷ് ക്രീം യൂസ് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ മാറി നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. അത് കുറച്ച് മുന്നേ ആണ്, എന്നാലും ഞങ്ങൾ ഇപ്പോഴും അത് ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ട്രേയിലാണ് വാവേൻ്റെ എല്ലാ ഐറ്റംസും വെക്കാറുള്ളത് കേട്ടോ. വീട്ടിലിടുന്ന എല്ലാ ഐറ്റംസും ഇതിലാണ് വെക്കാറുള്ളത്. ഒന്നിൽ നമ്മൾ ഡ്രൈ ഷീറ്റ് വെക്കും, ഒന്നിൽ നമ്മൾ നമ്മുടെ ഡ്രസ്സ് വെക്കും, പിന്നെ ഒന്നിൽ ലങ്കോട്ടിയും പിന്നെ വൈറ്റ് ക്ലോത്ത് ഇല്ല അതും വെക്കാറുണ്ട്. ഒന്നിൽ പാമ്പേഴ്സിൻ്റെ സെക്ഷനാണ്, പിന്നെ ഒന്നിൽ ഈ സ്വാഡിൽ ക്ലോത്ത് അങ്ങനത്തെ ഓരോന്ന്, പിന്നെ ഒന്നിൽ റോംബേഴ്സ് മാത്രമായിട്ട് അങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് ഈസിയാണ് എടുക്കാനൊക്കെ. ഇതും ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിൻ്റെ ലിങ്കും വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിൻ്റെ മൾട്ടി കളർ വാങ്ങുകയാണെങ്കിൽ റേറ്റ് കുറവാണ്. എനിക്ക് ഒരേ കളർ തന്നെ വേണം എന്നുള്ളത് കൊണ്ടാണ്. ഇതിന് 800 900 അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ. പക്ഷെ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ നമുക്ക്. കാരണം വാവേൻ്റെ എല്ലാം ഈ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അലമാരയിലൊക്കെ വെക്കുമ്പോഴും ബുദ്ധിമുട്ടാണ് ഇങ്ങനെ എടുക്കാനൊക്കെ. അതായത് ചെറിയ ചെറിയ ഐറ്റംസ് അല്ലേ. അപ്പോൾ ഇതാണ് കേട്ടോ കുറച്ചും കൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നി.
തോന്നിയിട്ടുള്ളത്. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേ ഞങ്ങൾ എല്ലാവരുടെ കുളിയും കഴിഞ്ഞു, ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞങ്ങൾക്ക് വൈകുന്നേരം അച്ഛന് നേർച്ച കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. നേർച്ച കൊടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഇതുപോലെയാണോന്ന് അറിയില്ല. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ കൊടുക്കുന്നതാണ്. അച്ഛനുണ്ടായിരുന്ന സമയത്ത് നല്ല പ്രോപ്പറായിട്ട് കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾക്ക് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് അറിയുന്നത് പോലെ ഞങ്ങൾ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മയും മോളൂസാണ് കൊടുക്കുന്നത്. ചേച്ചിയും അനിയാട്ടനും കണ്ണനും കൂടെ കുറച്ച് കഴിയുമ്പോഴത്തേലും എത്തും. ഞാനിവിടെ വാവേനെ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല, അച്ഛന് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് നമ്മൾ വെക്കുന്നുണ്ട്. പായസം, ചായ, പിന്നെ പുഴുക്കുണ്ടായിരുന്നു, ചിക്കൻ കറിയും പപ്പടും, പിന്നെ നമ്മുടെ അടയില്ലേ തേങ്ങയും ശർക്കരയൊക്കെ ഇട്ടിട്ടുള്ള അതും ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇലയിൽ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് അത് നമ്മളെല്ലാവരും കുറേശ്ശെ കഴിക്കും. അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിൽ അമ്മ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ചായ കുടിച്ചു. അപ്പോഴേക്കും നമ്മുടെ ചേച്ചിയും അനിയാട്ടനും കണ്ണനും വന്നു കേട്ടോ. ചേച്ചിക്ക് കാലിന് പറ്റാത്തത് കൊണ്ട് തന്നെ വണ്ടിയിൽ ആ ഇടയിൽ കൂടെ ഇങ്ങനെ വരുന്ന ബുദ്ധിമുട്ടായതുകൊണ്ട് അവൾ അവിടെ ഇറങ്ങിയിട്ട് ഇങ്ങനെ പതുക്കെ നടന്ന് വരില്ല കേട്ടോ. ഇപ്പം ഡോക്ടർ അവളോട് ചെറുതായിട്ട് നടന്നോളാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. വലിയതായിട്ട് നടക്കാനോ വെയിറ്റ് എടുക്കാനൊന്നും പറ്റില്ല, ജസ്റ്റ് ഇങ്ങനെ നടക്കാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വ്ളോഗാണ്. ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ബൈ.